അതിനകത്തെ പല സീൻസും, പലതെന്നല്ല മെജോറിറ്റി സീൻസും ഒരു സമയം വരെയും, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ ഈ മലയാളീകരിച്ച രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒരു രീതിക്ക് അനുസരിച്ച് സീൻസ് വരാൻ തുടങ്ങിയത്. ആദ്യത്തെ കുറെ അധികം എപ്പിസോഡും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള സംഭവങ്ങളായിരുന്നു. അതിനിടയ്ക്കാണ് മറ്റേ ലാപ്ടോപ്പ് കഴുകുന്ന സംഭവം, അതൊക്കെ അവിടുത്തെ കണ്ടന്റുകളാണ്. ഞാൻ പറഞ്ഞ അവിടുത്തെ ഒരു രീതി നമ്മുടെ ഇവിടുത്തെ ജീവിത രീതി രണ്ടും രണ്ടാണ്. അത് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷെ സീരിയൽ അവിടുത്തേതായതുകൊണ്ട് അവിടുത്തെ കുറെ കണ്ടന്റുകൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിലുള്ളതാണ് ഈ താളിച്ചമൂരും ഒക്കെ സംഭവം. നമ്മളിവിടെ മോര് കാച്ചാൻ അറിയാൻ മേലാത്തവരൊന്നും അല്ല, പക്ഷെ അവിടുത്തെ അങ്ങനെയാണ് ആ സംഭവങ്ങളൊക്കെ ഇവിടെ വന്നത്. അന്ന് ഈ സീൻ ചെയ്യുമ്പോഴേ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ദൈവം ഇതൊക്കെ നമുക്കറിയാമല്ലോ, പിന്നെ എന്തിനാണ്? പക്ഷെ അതല്ല, അതുണ്ടായിരുന്നു നമ്മളിവിടെ എടുത്തു എന്നുള്ളതാണ്. ഇപ്പം അവിടുന്ന് വന്ന തന്നെ ഈ കുറെ പൂജ കാര്യങ്ങളും അതിലുണ്ടായിരുന്നു. അപ്പം എങ്ങനെയായിരുന്നു മലയാളികൾ ഇത് ഇത്ര പെട്ടെന്ന് സ്വീകരിക്കുമോ? അതിന്റെ ഒക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. അതിന്റെ പ്രൊഡ്യൂസർ ജയകുമാർ സാറിന്റെ അടുത്ത് ഇതേ സംശയം ഞാൻ ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മൾ നോർത്ത് ഇന്ത്യൻ ഫാമിലിനെ ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പം ആൾക്കാർക്ക് അത് കൂടുതൽ ഇവിടുത്തെ ഒരു ഫാമിലിയാണ് ഇതേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യാം. ഇപ്പൊ നോർത്ത് ഇന്ത്യൻ ഫാമിലിയാണ്, അവിടെ നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്ന ഒരു ഫാമിലിയാണ്. അവരുടെ ലൈഫിനകത്ത് അല്ലെങ്കിൽ അവരുടെ ഒരു കൾച്ചറിനകത്ത് ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഡെയിലി പൂജകള്, കാര്യങ്ങള്, കുറെ അങ്ങനത്തെ സംഭവങ്ങളും അങ്ങനത്തെ ഡ്രസ്സിങ്ങും ഒക്കെ അങ്ങനത്തേതാണ്, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഫാമിലിയെ വെച്ചേക്കുന്നത്. അപ്പൊ അതിനകത്ത് ഇതെല്ലാം ഉണ്ട്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മലയാളം ഡയലോഗ്സ് പറയുന്നില്ല, മലയാളം അറിയുന്ന നോർത്ത് ഇന്ത്യൻ ഫാമിലി, അത്രേ ഉള്ളൂ. ഓക്കെ. നമുക്കിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഇത് വൈറൽ ആയിരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ക്യാരക്ടേഴ്സിനുള്ള അക്കൗണ്ടുകളുണ്ട്. ഇപ്പൊ അമൃത ദേശായി ഒത്തിരി അക്കൗണ്ട്, എനിക്ക് തന്നെ 3-4 അക്കൗണ്ട് ഉണ്ട്. വർഷ ദേശായി, വർഷ അഭിഷേക് ദേശായി, അങ്ങനെ. ഈ അക്കൗണ്ട് ഒക്കെ കാണുമ്പോൾ അതിൽ നിന്ന് കമന്റ്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വരാറുണ്ടോ? എന്റെ കമന്റ് സെക്ഷൻ ഇപ്പൊ ഭരിക്കുന്നത് ദേശായി ഫാമിലിയാണ്. ഞാനതൊക്കെ നോക്കി ഒന്ന് ആസ്വദിക്കാറുണ്ട് ശരിക്കും പറഞ്ഞ. അതിന് ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തു. അതിനകത്ത് ഞാൻ കേസരി ദേശായി, കേസരി അറിയാമല്ലോ, നമ്മുടെ സ്വീറ്റ് ഡിഷാണ്, അതിന് വരെ അക്കൗണ്ട് ഉണ്ട്. അപ്പൊ അത് ഞാൻ ആ വീഡിയോ ഔട്ടായി കഴിഞ്ഞപ്പം പറയുന്നത്, എടാ കേസരി നീ ഫേമസ് ആയടാ. അപ്പൊ ഉടനെ നാഗരാജാവ് വരുന്നു, നാഗരാജാവ് ദേശായി, താളിച്ചമൂര് ദേശായി, ഇങ്ങനെ. ഇനി ഇവിടുത്തെ ചട്ടിക്കും പാത്രത്തിനും മാത്രമേ ഉള്ളൂ അക്കൗണ്ടുകളില്ലാത്ത, ബാക്കി എല്ലാത്തിനും ഒരുവിധം അക്കൗണ്ടുകളായി കഴിഞ്ഞു. ഓക്കെ. എനിക്ക് തോന്നുന്നു വർഷ എന്നുള്ളൊരു ക്യാരക്ടറിനെ ആയിരിക്കും കൂടുതൽ മലയാളികൾ അറിഞ്ഞിട്ടുള്ളത്. അപ്പം വീണ്ടും ഇപ്പം അതേ ക്യാരക്ടറിൽ വെച്ചിട്ട് വീണ്ടും മലയാളികൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. മറ്റ് സീരിയൽ വിശേഷങ്ങളൊക്കെ അതെങ്ങനെയാണ് പോകുന്നത്? ഇപ്പം വർഷ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വില്ലത്തിയാണെങ്കിൽ കൂടി അതിലൊരു ചെറിയൊരു അതൊരു പ്രധാന പോയിന്റാണ്. കാരണം അമൃതയെ പോലുള്ളവരല്ല വേണ്ടത്, വർഷയെ പോലുള്ളവരാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ള അതെ ഈ അതിലൊരു ഡയലോഗ് ഉണ്ട് തോന്നുന്നു, എന്റെ ഇഷ്ടങ്ങളല്ല മറ്റുള്ളവരുടെ ഭർത്താവിന്റെയും അവരുടെ അമ്മേന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം എന്ന് പറയുമ്പോൾ വർഷ പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, ഇല്ല എനിക്ക് അങ്ങനെയൊന്നും പറ്റില്ല. അങ്ങനെ തന്നെയാണോ റിയൽ ലൈഫിലും? അമൃതനെ പോലുള്ള പെൺകുട്ടികളെ കാണുന്ന ഇപ്പൊ റയറാണ്. എല്ലാം ഈ വർഷനെ പോലുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും എല്ലാവരും അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണ്, സ്വന്തം കാലം നിൽക്കാൻ പ്രാപ്തിയുള്ള സ്ത്രീകളാണ് മിക്കവരും. എല്ലാവരുടെയും മെജോറിറ്റി ആൾക്കാരും അങ്ങനെ തന്നെയാണ്. അപ്പൊ അവർക്ക് എന്തായാലും ഒരു സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് ആരും അടിച്ച് താഴ്ത്താൻ ശ്രമിച്ചാലും അത് നോക്കിക്കൊണ്ട് ഒരു സ്ത്രീകളും നിൽക്കത്തില്ല എന്ന് പറഞ്ഞോണ്ട് തന്നെയാണ് ഞാൻ എവിടെ ആണെങ്കിലും എനിക്ക് എന്റെ ഒരു ഒപ്പീനിയനുണ്ട്. അത് നമ്മുടെ ഫാമിലിയായിട്ട് ചേർന്ന് പോകുന്നതാണെങ്കിൽ അവർ ഉറപ്പായിട്ട് അക്സെപ്റ്റ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ശരിയും തെറ്റും നമുക്ക് പറഞ്ഞു തന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അത് അങ്ങനെ ശരിയാവത്തില്ല. പക്ഷെ മറ്റൊരാളുടെ ഒപ്പീനിയൻ നമ്മുടെ തല അടിച്ചേൽപ്പിക്കാൻ എന്റെ ഫാമിലി ആരും ശ്രമിക്കാറില്ല. നമ്മുടെ ഒപ്പീനിയനും കൂടെ കേൾക്കാനുള്ള ഒരു ക്ഷമ എല്ലാവരും കാണിക്കാറുണ്ട്.